ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുറച്ച് ചക്ക വരട്ടിയെടുക്കുന്നുണ്ട്. ചക്ക വരട്ടിയത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പഴുത്ത ചക്കച്ചുള കുരു കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അതൊരു പാനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ശർക്കരയും ചേർത്ത് വരട്ടിയെടുക്കണം. ചക്കയ്ക്ക് നല്ല മധുരമുള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ചക്ക വരട്ടിയതിന് സാമാന്യം നല്ല മധുരം വേണം. കുറുകി വരുന്നതിനനുസരിച്ച് നെയ്യോ വെണ്ണയോ ചേർത്ത് നമുക്കത് ഉരുട്ടിയെടുക്കാം. എൻ്റെ കയ്യിൽ വെണ്ണയാണുള്ളത്, ഞാൻ അതാണ് ചേർത്തിട്ടുള്ളത്. നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഒരു പാത്രത്തിൽ അല്പം ബട്ടർ പുരട്ടി അതിലേക്കിട്ട് ഒരു വാഴയില വെച്ച് ഇതുപോലെ നന്നായി പരത്തി കൊടുക്കാം. ഇതുപോലെ ഡ്രൈ ആയി കിട്ടാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ ഇതാ ഞാനിത് വാഴയില വെച്ച് പരത്തി നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഹൽവ മുറിച്ചെടുക്കുന്നത് പോലെ നമുക്ക് കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കാനും പറ്റും. ഇത് കണ്ടോ, വളരെ ടേസ്റ്റിയായ വളരെ സോഫ്റ്റ് ആയ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.